അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് ഈ റെക്കോർഡ് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, 3 ഡിഫറെൻറ്റ് ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കമൻസിൽ ഉന്നയിച്ച കാര്യങ്ങൾ, അത് 3 ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്ത്. ഇത് വീഡിയോ നമ്പർ 1 ആണ്. അപ്പോൾ ഈ കമൻറ്റിൽ പല ആൾക്കാരും അതായത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹായുടെ മാരേജ്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാരേജ്, ചെറുപ്രായത്തിൽ നടന്ന മാരേജ്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും പലതരത്തിലുള്ള പ്രവാചകനെ പേര് വിളിക്കലും പ്രവാചകനെ അവഹേളിക്കലും ആക്ഷേപിക്കലും പലതും പല കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള മെസ്സേജിനൊക്കെ കമൻറ്റിനൊക്കെ വളരെ കഴിവതും നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കാൻ നോക്കും. പക്ഷേ ചിലതൊക്കെ റിപ്ലൈക്ക് അതീതമാണ്. അതായത് അവിടെ റിപ്ലൈ കൊടുത്താൽ എന്തെങ്കിലും നേരായിട്ടുള്ള ആൻസർ ഉദാഹരണം വെച്ച് കൊടുത്താൽ ചിലപ്പം അതും പ്രയോജനം ചെയ്തോളണമെന്നില്ല. കാര്യം ആ ചോദ്യത്തിൻ്റെ സ്റ്റൈല് കണ്ടാൽ അറിയാം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ഇത് ആക്ഷേപിക്കാനും കളിയാക്കാനും അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിനകത്തുള്ള 3 ചോദ്യങ്ങളാണ്. അതിനകത്ത് ഒരു ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹുവിൻ്റെ മാരേജ്. ഓക്കെ, അപ്പം ഞാൻ ഞാൻ താമസിക്കുന്നത് ഷാർലറ്റ്, നോർത്ത് കരോളൈനയിലാണ്. അപ്പം ഞാനിവിടെ നമ്മുടെ ലോക്കൽ എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഉള്ള വലിയൊരു പള്ളിയുണ്ട്. ഞാൻ ഈ പള്ളിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ പള്ളിയിലെ ഇമാം നമ്മുടെ അമേരിക്കനാണ്, വൈറ്റ് അമേരിക്കൻ ഇമാമാണ്, കാൺവേർട്ട് മുസ്ലിമാണ്, ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, ഹാഫിദ് ഖുറാനാണ്, ഖുറാൻ മെമ്മറൈസ് ചെയ്തു, അതേപോലെ തന്നെ ദീനിൽ സ്കോളറുമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ചോദ്യങ്ങളുണ്ട്, 3 ചോദ്യങ്ങൾ, അതിന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം, നിങ്ങൾ അതിന് ഉത്തരം തരിക. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ആ വീഡിയോ ഓൾറെഡി ഇംഗ്ലീഷാണ് അദ്ദേഹം സംസാരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് ഓൾറെഡി എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഓൾറെഡി എന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചിലർ കണ്ടു കാണും. പക്ഷേ എനിവേ ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടി അതിൻ്റെ ഒരു സമ്മറി, രത്ന ചുരുക്കം ഒന്ന് മലയാളത്തിൽ ഞാൻ പറയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇമാമിനെ വിളിച്ചു. ഇമാമിൻ്റെ നമ്മുടെ പള്ളിയിൽ അവിടെ പോയി സെറ്റപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്തത്, ഈ ചോദ്യോത്തരങ്ങൾ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇമാമിൻ്റെ പേര് ഇമാം ജോൺ എഡറർ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാം, എന്നിട്ട് നമുക്ക് നേരിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലോട്ട് പോവാം. ഇമാം ജോൺ എഡറർ 2002 ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഒക്ലഹോമ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് മൂപ്പർ താമസിച്ചിരുന്നത്. ടുൾസ എന്ന് പറയുന്ന സിറ്റിയാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ആണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഇദ്ദേഹം മിഷിഗൻ സ്റ്റേറ്റിലോട്ട് പോയി അവിടെ അമേരിക്കൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ 2 വർഷം ഇസ്ലാമിക പഠനം നടത്തി. അവിടെ പഠിക്കുമ്പോൾ പ്രമുഖരായ പേരുകേട്ട എക്സ്പീരിയൻസ് ഉള്ള പല സ്കോളേഴ്സിൻ്റെ കീഴിലും പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്കോളറിൻ്റെ പേര് ഷേഖ് സലാ സുൽത്താൻ എന്നാണ്. അദ്ദേഹം അവിടെ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ അദ്ദേഹം 1 വർഷത്തേക്ക് ഈജിപ്തിലോട്ട് പോയി. ഈജിപ്തിൽ പോയിട്ട് അറബിക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ 6 വർഷം കുവൈറ്റിൽ പഠിക്കാൻ പോയി. കുവൈറ്റിൽ പോയിട്ട് ഈ ഇജാസ, ഖുർആനിക് സയൻസസിൽ ഇജാസ എടുത്ത്, അതേപോലെ തന്നെ ഉസൂലുൽ ഫിഖ്, ഹംബലി മദ്ഹബിൻ്റെ ഉസൂലുൽ ഫിഖ് പഠനം നടത്തി. അത് കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഫുൾ ടൈം റിസർച്ചിലും മറ്റ് ഇസ്ലാമിക പഠനവും കാര്യങ്ങളൊക്കെയാണ്, പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഇപ്പോഴും സ്റ്റുഡൻ്റാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം അറബിക് ലാംഗ്വേജിൽ വളരെ ഫ്ലുവൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ വൈഫ് സിറിയക്കാരിയാണ്. അറബിക്ക് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. ഓക്കെ, ഇവിടുത്തെ ഷാർലറ്റിലെ വളരെ പേര് കേട്ട ഒരു സ്കോളറാണ് ഇമാം ജോൺ. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ചോദിച്ചു, എത്ര വർഷമായി ഈ പള്ളിയിൽ ഇമാമായിട്ട്, ഇവിടെ എത്ര വർഷം? അപ്പോൾ ഈ പള്ളി ആക്ച്വലി ഇദ്ദേഹം തന്നെയാണ് തുടങ്ങിയത്.
ഈ പറയുന്ന പില്ലേഴ്സ് മോസ്ക് എന്ന് പറയുന്ന പള്ളി ഇദ്ദേഹം തന്നെയാണ് തുടങ്ങിയത്. 10 വർഷമായിട്ട് അവിടെ ഇമാമായിട്ട് മൂപ്പര് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം, ഇമാം നമ്മുടെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൽ ഒരു ചോദ്യമാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹായുടെ ചെറിയ പ്രായത്തിലുള്ള കല്യാണം. ഇതിന് എന്താണ് ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവ്, എന്താണ് ഇസ്ലാമിൻ്റെ വീക്ഷണം, എന്താണ്, പിന്നെ ആ പശ്ചാത്തലം എന്തായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം എന്ന് ഞാൻ ഇമാമിനോട് ഇപ്പോൾ ചോദിച്ചു. അപ്പോൾ ഇമാം പറയുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. മോഡേൺ സൊസൈറ്റി, അതായത് ഇന്ന് 2026 നമ്മൾ കാണുന്ന മോഡേൺ സൊസൈറ്റി ആഗോളതലത്തിൽ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ എല്ലാവരും ഏത് നാട്ടിൽ പോയാലും കുറേയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഈ കാലത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ നാച്ചുറലായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു ആയാലും സിഖ് ആയാലും ഏത് മതക്കാരനായാലും നമ്മൾ പിന്നെ പഴയ കാര്യങ്ങൾ നോക്കുമ്പോൾ, അതായത് ഈ 1400 കൊല്ലങ്ങൾ മുമ്പ് നടന്ന കാര്യം നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ നോക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നും, അത് പിന്നെ കൗതുകമായിട്ട് തോന്നും. ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ്? കാരണം നമ്മളത് കണക്കാക്കുന്നില്ല. അതായത് ഈ 1400 കൊല്ലത്തെ വ്യത്യാസം വന്നത് ഈ 1400 കൊല്ലങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ കണക്കാക്കാതെ നമുക്കത് വിചിത്രമായിട്ട് തോന്നും. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇദ്ദേഹം പറഞ്ഞത് 1000ഓളം കൊല്ലങ്ങളായിട്ട് ഈ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഓക്കെ, മെയിൻലി യൂറോപ്യൻ ക്രിസ്ത്യൻസ് ആണ് മെയിൻലി. അതിൻ്റെ കൂടെ ജൂയിഷ് റൈറ്റേഴ്സും ഉണ്ട്. ക്രിസ്ത്യൻ റൈറ്റേഴ്സാണ് മെയിൻലി ജൂയിഷ് റൈറ്റേഴ്സ്. പിന്നെ അത് കൂടാതെ പിന്നെ സെക്യുലർ റൈറ്റേഴ്സ്. ഇവരെല്ലാവരും 1000ഓളം വർഷങ്ങളായിട്ട് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് ഇത് നമ്മൾക്ക് യോജിക്കുന്നതല്ല, ഇത് നമ്മുടെ വാല്യൂസ്, അതായത് നമ്മുടെ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ വളരെ പുറകോട്ടാണ്, താഴോട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അവർ വർഷങ്ങളായിട്ട് 1000ഓളം വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സൈഡിൽ നടക്കുന്നുണ്ട്, അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഈ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹായുടെ മാരേജ്, ഇത് ആയിഷ തന്നെയാണ് സ്വന്തമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 6 വയസ്സിൽ കല്യാണം ഉറപ്പിച്ചു, 9ാമത്തെ വയസ്സിൽ പ്രവാചകൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. മദീനയിലോട്ട് പോയ ശേഷം പ്രവാചകൻ്റെ വീട്ടിൽ പ്രവേശിച്ചു എന്ന് ആയിഷ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹദീസ് ആയിഷ തന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇമാം പറഞ്ഞ വേറൊരു കാര്യം, ഇന്നത്തെ കാലത്ത് ഇമാമിന് 3 ആൺകുട്ടികളാണ്. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് 3 ആൺകുട്ടികളാണ്. ഇന്ന് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും 9 വയസ്സിൽ കല്യാണം കഴിച്ച് കൊടുക്കില്ല. കാര്യം അത് ഞാൻ ഇന്ന് താമസിക്കുന്ന ആളാണ്, ഇന്നത്തെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളാണ്. അത് ഞാൻ കഴിച്ച് കൊടുക്കത്തില്ല. അതെനിക്ക് വിചിത്രമായിട്ട് എനിക്ക് തന്നെ തോന്നും. ഓക്കെ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇസ്ലാം നിർബന്ധിക്കുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ പെൺകുട്ടികളെ 9 വയസ്സിൽ കല്യാണം കഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ 6 വയസ്സിൽ കല്യാണം കഴിച്ച് കൊടുക്കണം എന്ന് ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. അത് അന്ന് നടന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കത് വിചിത്രമായിട്ട് തോന്നും. പിന്നെ അത് പിന്നെ ധാർമ്മികമാണോ അല്ല അധാർമികമാണോ, അതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് റിപ്ലൈ ഉള്ളത്, ആ കാലത്തെ സൊസൈറ്റി, അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ 1400-1450 കൊല്ലം മുമ്പ് പ്രവാചകൻ്റെ കൂടെ ജീവിച്ചിരുന്ന ആൾക്കാർ, അവർ അതിനെ എങ്ങനെ കണ്ടു? ഓക്കെ, അവർ എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്? അവിടെ ഖുറൈശികളുണ്ടായിരുന്നു, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഖുറൈശികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, കുറച്ച് ക്രിസ്ത്യൻസും അവിടെ ഇവിടെയൊക്കെ കാണുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്ന ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞു പ്രകടിപ്പിക്കുകയും ഉള്ളിൽ ഇസ്ലാം ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരും വളരെയധികം മദീനയിലുണ്ടായിരുന്നു. ആരും ഒരു കാര്യവും പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണുന്നില്ല. ആരും അതിനെക്കുറിച്ച് ഒരു ക്രിട്ടിസൈസ് ചെയ്തതായിട്ടോ അതിന് ശരിയായില്ല, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞതായിട്ട്
നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല, പറഞ്ഞിട്ടുമില്ല, കാണാൻ സാധിക്കത്തുമില്ല. അടുത്തത് ഫാമിലി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ഫാമിലി. അബൂബക്കർ വാപ്പക്ക് സമ്മതമായിരുന്നോ? ഫാമിലിക്ക് സമ്മതമായിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ 6 വയസ്സായ സമയത്ത് ജുബൈർ ഇബ്നു മുത്തൈം എന്ന് പറയുന്ന ഒരു കക്ഷി ആയിഷയുടെ കല്യാണത്തിന് വേണ്ടി പ്രപ്പോസലായിട്ട് വന്ന്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത് പിന്നെ നടത്തി കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ ഫാമിലിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. ഫാമിലി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. ദി എൻറ്റയർ കമ്മ്യൂണിറ്റി, സൊസൈറ്റി, അവർക്കും യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാര്യം അത് അവിടുത്തെ നടപ്പായിരുന്നു. അതിന് അവർ തെറ്റ് കണ്ടില്ല. ഓക്കെ, നമ്മളാണ് ഇവിടെ ഇരുന്നിട്ട് 2026 അന്നത്തെ കാലം നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ കോടതി വെച്ചിട്ട് അന്നത്തെ ആൾക്കാരെ നമ്മൾ ജഡ്ജ് ചെയ്യണം. അതാണ് നമ്മൾ സംഭവിക്കുന്നത്. ഇനി അടുത്തത്, ഈ പറയുന്ന 1450 കൊല്ലം അല്ലെങ്കിൽ 1400 കൊല്ലം ഇതിനിടയിൽ ആരും ഇതിനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് 50-60 കൊല്ലം മുമ്പ്, അതായത് ഇപ്പം എബൌട്ട് 50-60 കൊല്ലം മുമ്പാണ് ഇത് ഉന്നയിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നത്. ഇതിനെ ഒരു വലിയൊരു പ്രശ്നമാക്കി എടുത്തു കൊണ്ടുവരുന്നത് ഈ 50-60 കൊല്ലത്തിനിടയിലാണ്. കാര്യം എന്ന് വെച്ചാൽ, അത് ഇമാം പറയാണ്, കാര്യം എന്ന് വെച്ചാൽ ജൂയിഷ് റൈറ്റിങ്ങിൽ, അതായത് തോറ അതേപോലെ തന്നെ ടാൽമൂഡ് ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ശിക്ഷണത്തിൽ, ജൂയിഷ് ശിക്ഷണത്തിൽ പെൺകുട്ടിക്ക് 6 വയസ്സായാൽ കല്യാണം കഴിക്കാം. ഇത് ജൂയിഷ് ശിക്ഷണത്തിൽ ഇമാം പറയാണ്, ജൂയിഷ് ശിക്ഷണത്തിൽ 6 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് അവരുടെ ശിക്ഷണത്തിലുണ്ട്. ബൈബിൾ, താൽമൂഡ് ബേസ് ചെയ്തിട്ടുള്ള ശിക്ഷണത്തിലുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ആ ശിക്ഷണം തന്നെയാണ് ജീസസ് ക്രൈസ്റ്റും ഫോളോ ചെയ്ത്. ജീസസ് ക്രൈസ്റ്റ് യഹൂദി ആയിരുന്നു, അതായത് ജൂയിഷ് ആയിരുന്നു. ജീസസ് ക്രൈസ്റ്റും ആ കൽപ്പനകളും മറ്റേ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നത്. അപ്പം അവിടെ ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല. പിന്നൊരു കാര്യം ഇമാം പറഞ്ഞത്, എമീർ സ്റ്റൈൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്. അവിടുത്തെ ഒരു സ്ത്രീ, പോപ്പുലറായിട്ടുള്ളൊരു സ്ത്രീ, അവൾ UK കാരിയാണ്. അവൾ ആയിഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആയിഷ വളരെ ഒരു സ്ട്രോങ് വുമൻ, അതായത് വളരെ കെട്ടുറപ്പുള്ള, കരുത്തുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിമൻ, ഒരു സ്ത്രീ ആയിരുന്നു എന്ന് എമീർ സ്റ്റൈൻ സെൻറ്ററിലെ ആ സ്ത്രീ പറയുന്നു. പിന്നെ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞ കാര്യം, അതായത് പ്രവാചകനെക്കുറിച്ച് പറഞ്ഞതാണ്, പ്രവാചകൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അബ്യൂസ് ചെയ്തിട്ടില്ല ആരെയും. ഓക്കെ, പ്രവാചകൻ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പടക്കളത്തിൽ കൊല്ലാൻ വരുന്ന എനിമിയെ നേരിട്ടിട്ടുണ്ട്, അവിടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പ്രവാചകൻ അതിന് പുറത്ത് ആരെയും ദ്രോഹിച്ചിട്ടില്ല, അബ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ സ്വന്തമായിട്ട് പറയാണ്. പിന്നൊരു കാര്യം ഇമാം പറഞ്ഞത്, ആയിഷ പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കയിൽ 13ാമത്തെ വർഷത്തിലാണ് ഹിജ്റ നടക്കുന്നത്, അതായത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനത്തോട്ട് പോകുന്നത്. ആ ഹിജ്റയ്ക്ക് മുമ്പ്, ഓക്കെ, 7-8 കൊല്ലം മുമ്പ് ഒരു ഹിജ്റ കുറേ അധികം സഹാബാക്കൾ, കമ്പാനിയൻസ് മക്കയിൽ നിന്ന് അവിടെ നിൽക്കാൻ പറ്റാതെ അവർ എത്തിയോപ്യയിലോട്ട് പോയി, അബിസീനിയയിലോട്ട് പോയി. ആ സമയത്ത് അബിസീനിയ അവിടെ പോയി. അപ്പം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, ആ അബിസീനിയയിലേക്ക് പോകുന്ന ആ കൂട്ടർ പോകുന്നതിന് മുമ്പ് പ്രവാചകൻ എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പാനെ കാണാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ആയിഷ പറയുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ആയിഷ സ്വന്തമായിട്ട് പറയാണ്, ആയിഷയ്ക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആയിഷ ആ സമയത്ത് 1 വയസ്സായിരിക്കും, അല്ലെങ്കിൽ ആയിഷ ജനിച്ചു പോലും കാണത്തില്ല. ആയിഷയുടെ പ്രായം ഈ പറഞ്ഞ പോലെ 6 വയസ്സിൽ ഈ എഗ്രിമെൻ്റ്, കല്യാണത്തിനുള്ള നിശ്ചയം നടന്നുവെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സംഭവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആയിഷ ആ സമയത്ത് ജനിച്ചിട്ട് പോലില്ല. ജനിക്കാത്ത ആളാണ് പറയുന്നത്, ഞാൻ അതായത് പ്രവാചകൻ എൻ്റെ വീട്ടിൽ വന്നു, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, ഒരു പക്ഷേ ആയിഷയ്ക്ക് ഈ പറഞ്ഞ തെറ്റുപറ്റി കാണും, ഏജിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഇമാം വേറൊരു കാര്യം പറയുന്നത്, അറബികൾ അന്നും ഈ അടുത്ത കാലത്ത് വരെ അറബികൾ ഡേറ്റിന് അത്ര വലിയ പ്രാധാന്യത കൽപ്പിക്കാറുണ്ടായിരുന്നില്ല.
ഇത് പറഞ്ഞിട്ട് ഇമാം സ്വന്തം ഫാദർ ഇൻ ലോയെക്കുറിച്ച്, അതായത് ഭാര്യയുടെ വാപ്പായെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന് ജനിച്ച ഡേറ്റ് അറിയില്ലായിരുന്നു. അതായത് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോഴും ഒരുപക്ഷെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളായിരിക്കാം. അപ്പം ഇപ്പോഴത്തെ അറബികളുടെ കാര്യത്തിൽ ഡേറ്റിൽ അത്ര വലിയ പ്രാധാന്യത അവർ കൊടുക്കാറുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഈ പറയുന്ന സമയം ആയിഷയുടെ ജനനം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന സമയത്തും ഇതൊന്നും ആ സമയത്തൊന്നും അറബികൾക്ക്, അവിടെ മുസ്ലിങ്ങൾക്ക്, ഖുറൈശികൾക്ക് ഒരു കലണ്ടറില്ല. ഒരു കലണ്ടർ എന്ന് പറയുന്ന സംഗതി അവർക്കില്ല. ഇത് പ്രവാചകനൊക്കെ മരിച്ച ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബിൻ്റെ സമയത്താണ് ഹിജ്രി കലണ്ടർ എന്ന് പറഞ്ഞൊരു കലണ്ടർ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് കലണ്ടറില്ല. ഓക്കെ, അപ്പം അവിടെ തെറ്റുപറ്റിയതാകാം എന്ന് ഇമാം പറയണം. അതൊരു ചാൻസാണ്, അത് അങ്ങനെയാണെന്നല്ല, അതൊരു ചാൻസാണ്, പോസിബിലിറ്റിയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ടുവേഴ്സ് ദി എൻഡ് ഇമാമിനടുത്ത് ചോദിച്ചു, ഇമാം ഒരു കാര്യം, ഓക്കെ താങ്ക് യു വെരി മച്ച് ഫോർ ഈ എക്സ്പ്ലനേഷൻ തന്നതിൽ വളരെ നന്ദി. ഞാൻ ചോദിച്ചു, ഇമാം ഈ ആയിഷ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ആയിഷയുടെ ജീവിതത്തിൽ ഉടനീളം എവിടെയെങ്കിലും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതായത് എൻ്റെ കല്യാണം നടന്നത് ശരിയായില്ല, എനിക്കിഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് സമ്മതമായിരുന്നില്ല, എന്തെങ്കിലും ആയിഷ സിദ്ദീഖാക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നതായിട്ട് ജീവിതത്തിൽ ഉടനീളം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാര്യം ആയിഷ സിദ്ദീഖ എന്ന് പറയുന്നത് വളരെയധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഭവതിയാണ്. സ്കോളറായിരുന്നു, ആൾക്കാർ പോയിട്ട് ദീൻ പഠിക്കുമായിരുന്നു. അപ്പം എൻ്റെ ചോദ്യത്തിന് ഇമാമിൻ്റെ മറുപടി, അങ്ങനെ ഒരു സംഭവം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആയിഷയ്ക്ക് ഇത് ഇഷ്ടമല്ലായിരുന്നെന്നോ അല്ലെങ്കിൽ എന്നോട് കാണിച്ചത് ശരിയായില്ല, എന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയും പറഞ്ഞിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആയിഷ പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത്, എൻ്റെ അടുത്ത ചോദ്യം ഇമാമിൻ്റെ അടുത്തുണ്ടായിരുന്നത്, ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ, അതായത് ആ കോണ്ടംപററീസ്, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 50 വർഷം 100 വർഷം കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇമാം പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം എവിടെയും ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഒരു പരാതി ആരും ഉന്നയിച്ചിട്ടില്ല. കാര്യം അത് അക്സെപ്റ്റബിൾ പ്രാക്ടീസ് ആയിരുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാരി ചെയ്തത് നമ്മൾ അറിഞ്ഞു. ആരൊക്കെ ഏതൊക്കെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരുടെയും കാര്യങ്ങൾ റെക്കോർഡഡ് അല്ല. ഓക്കെ, അതാണ് അവിടെ ഇമാം പറഞ്ഞ കാര്യം. പിന്നൊരു കാര്യം, ക്രിസ്ത്യൻ റൈറ്റേഴ്സ്, ജൂയിഷ് റൈറ്റേഴ്സ്, ഈവൻ സെക്യുലർ റൈറ്റേഴ്സ് പോലും ഈ അടുത്താണ് 50-60 കൊല്ലം മുമ്പാണ് അതായത് കംപ്ലൈൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പ് ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഒന്ന്. പിന്നെ ഇമാം പറഞ്ഞൊരു കാര്യം, ഈ ഓരോ കാലഘട്ടത്തിലും ആൾക്കാരുടെ ചിന്താഗതികളും മാറും. അതിന് ഉദാഹരണം പറഞ്ഞിട്ട് ഇമാം പറഞ്ഞൊരു കാര്യം, 1940, 1950-കളിൽ ഓക്കെ, ആ സമയത്ത് ഇവിടെ അമേരിക്കയിലും 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സിലൊക്കെ കല്യാണം നടക്കുമായിരുന്നു. ഓക്കെ, അമേരിക്കയിൽ ഇവിടെ അതായത് 50, 60, 70 കൊല്ലം മുമ്പ് 10, 11, 12 വയസ്സിലൊക്കെ കല്യാണം ഇവിടെ നടക്കുമായിരുന്നു. പിന്നൊരു കാര്യം, ഇമാം പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെ 70-കളിൽ 1970, 1980-ലൊക്കെ ഇവിടെ ഈ ഹോമോസെക്ഷൽസ് ഓക്കെ, ആ സമയത്ത് ആരെങ്കിലും ഇതുപോലുള്ള സംഗതികൾ സംസാരിക്കുകയോ ആക്ഷൻ ചെയ്യുക എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടാലോ അത് ഭയങ്കരമായ മോശമായിട്ടും, അതായത് ഭയങ്കരമായ തെറ്റായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. അങ്ങനെ ഒരു സംഗതി ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നില്ല. പക്ഷേ ഇന്ന്, അതായത് 2026 ആയപ്പോഴത്തേക്ക് ഇന്ന് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. എത്ര ആൾക്കാർ ഞാൻ ഗേ ആണ് അല്ലെങ്കിൽ ഞാൻ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിചിത്രപ്രകാരം, ഇപ്പം ഞാൻ തന്നെ പലയിടത്തും ബിസിനസ്സിന് പോകുമ്പോൾ, എസ്പെഷ്യലി ഷോയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. 2 സ്ത്രീകൾ ഒരുമിച്ച് നമുക്ക് കണ്ടാൽ അറിയാം ഹസ്ബൻഡ് വൈഫാണെന്നറിയാം. 2 സ്ത്രീകളാണ്, 2 പുരുഷന്മാർ വരും, അവരും ഹസ്ബൻഡ് വൈഫാണെന്നറിയാം. ആർക്കും പ്രോബ്ലം ഇല്ല, നമ്മളാരും ചോദിക്കത്തുമില്ല, അത് അണ്ടർസ്റ്റുഡാണ്. പക്ഷേ ഇത് 50 കൊല്ലം മുമ്പ് 60 കൊല്ലം മുമ്പ് അക്സെപ്റ്റഡ് ആയിരുന്നില്ല. അപ്പം കാലഘട്ടം മാറും തോറും ആൾക്കാരുടെ ചിന്താഗതി മാറും, ആൾക്കാരുടെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ മാറും. ഓക്കെ, അതാണ് അവിടെ ഇമാം പറഞ്ഞത്. പിന്നെ ഇമാം ഒരു കാര്യം പറഞ്ഞത്, ഈ ഹിരോഷിമ, നാഗസാക്കി ആ സമയത്ത് അവിടെ ബോംബ് ചെയ്തപ്പം, ആ സമയത്ത് ബോംബ് ചെയ്ത സമയത്ത് ഇമാം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് അത് നന്നായി ചെയ്തത്. കാര്യം അവർക്കത് വേണമായിരുന്നു, അത് ചെയ്ത് നന്നായി.
പക്ഷേ ഇന്ന് ആൾക്കാർ പറയുന്നതല്ല, അത് ശരിയല്ല, അത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ഇന്ന് ആൾക്കാർ പറയും. നമ്മൾ അപ്പോൾ ഇമാം അത് പറഞ്ഞിട്ട് നിർത്തിയത്, ഇത് നമ്മുടെ ഈ ആയിഷ സിദ്ദീഖ റളിയല്ലാഹുവിൻ്റെ മാരേജ് കൊണ്ട് എന്തെങ്കിലും നഷ്ടം ആയിഷയ്ക്ക് സംഭവിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും നഷ്ടം സംഭവിച്ചതായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ഒന്നുമില്ല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഓൺ ദ കോൺട്രറി പറയുന്നത് പ്രവാചകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആയിഷ പ്രവാചകൻ്റെ മറ്റ് വൈഫുകൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും കൊടുക്കുമായിരുന്നു പ്രവാചകൻ. അവരെടുത്ത് ചോദിച്ച് വാങ്ങിച്ച് അവരുടെ ദിവസം പോലും വാങ്ങിക്കുമായിരുന്നു. അത്രമാത്രം പ്രവാചകനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പ്രവാചകൻ മരിച്ചതും ആയിഷയുടെ മടിയിൽ കിടന്നിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആയിഷ ഒരിക്കലും ഒരു കാരണവശാലും ഈ വിവാഹത്തിന് എതിരായിരുന്നില്ല, കമ്മ്യൂണിറ്റി എതിരായിരുന്നില്ല, കാലഘട്ടം എതിരായിരുന്നില്ല, വീട്ടുകാരെതിരായിരുന്നില്ല. ഇപ്പം നമ്മൾ എതിരായിട്ട് എന്താ കാര്യം? അപ്പോൾ അതാണ് ഈ ആയിഷയുടെ സിദ്ദീഖ റളിയല്ലാഹുവിൻ്റെ മാരേജിൻ്റെ ഇമാമിൻ്റെ റിപ്ലൈ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ബാക്കിയുള്ള 2 ചോദ്യം അടുത്ത 2 വീഡിയോയിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. പാർട്ട് 2, പാർട്ട് 3. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.